അയ്യപ്പനെ കാണാൻ വരുന്ന ഭക്തന്മാർക്ക് വെള്ളവും ഭക്ഷണവും ഇല്ലാത്തൊരവസ്ഥ ആദ്യമായിട്ടാണ് കേരളം അഭിമുഖീകരിക്കുന്നത്. കഴിവില്ലായ്മ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ. അയ്യപ്പൻ്റെ സ്വർണം വേണം, രാഷ്ട്രീയ പരിപാടികൾ നടത്താൻ അയ്യപ്പൻ്റെ പണവും വേണം. ഇപ്പം കള്ളന്മാരെ പിടിച്ചേക്കണ കാരണം ഇപ്പം അയ്യപ്പനെയും വേണ്ട. കാരണം എന്താണ്? ഇനിയിപ്പോൾ கக்காനും പറ്റൂല. கஷ்டமா இருக்கு. அப்படியே அப்புறம் திருப்பதி கோயிலில் கூட நல்ல வசதியோட இருக்கு. தண்ணி சாப்பாடு கிடைச்சாச்சா? தண்ணி ஃபுட் கிடைச்சாச்சா? எதுவுமே கிடைக்கல. நல்லா இருக்கல. 12 മണിക്കൂർ. ശബരിമലയിൽ കൂടുതൽ ഭക്തജന തിരക്ക് ഏറുമ്പോൾ ഭക്തർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടും കൂടുതലായി കാണാൻ കഴിയുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്കടക്കം പ്രായമായവർക്ക് അടക്കം കൃത്യസമയത്ത് വെള്ളം പോലും ലഭ്യമാക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായതായി ഭക്തർ പറയുന്നുണ്ട്. വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. മരക്കൂട്ടം, പിന്നീട് നടപ്പന്തൽ ഉൾപ്പെടെ ഇപ്പോൾ കാത്തിരിക്കുന്ന നിരവധി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണുള്ളത്. എങ്ങനെയെന്ന് പറഞ്ഞത്? கும்பகோணம். கீழே நாங்கள் நேற்று 12 மணிக்கு வந்தோம். 12 மணிலேருந்து இப்போ 12 மணிக்கு இங்கே 1 மணிக்கு தான் வந்துடும். 3 நாளாக எரிமல்லே இது சரங்குத்திலே உட்காந்துருந்தோம் சாமி. 3 நாள் சரங்குத்திலே வந்துருந்தோம். இன்னைக்கு தான் வந்து சேர்ந்துருக்கோம். பன்னெண்டாம்படி சவுட்டியாச்சா? இன்னும் சாப்பிட்டில் இப்போ உட்காந்துருக்கோம். ரொம்ப ரஷ்ஷா இருக்கா? ரொம்ப ரொம்ப இதாக இருக்குங்க. தண்ணி கிடைச்சாச்சா? தண்ணி சாப்பாடு கிடைச்சாச்சா? தண்ணி ஃபுட் கிடைச்சாச்சா? எதுவுமே கிடைக்கல. லாஸ்ட் 5 வருஷமா வரேன். கார்த்தி 1-2 இவ்வளவு கூட்டமா இருக்காது. இந்த வருஷம் ரொம்ப கூட்டமா இருக்கு. ரொம்ப பக்தெல்லாம் ரொம்ப குழந்தைங்க ரொம்ப சிரமப்படுறாங்க. இது கேரளா அரசு, இதுக்கு கேரளா முதல்வர் நடவடிக்கை எடுக்கணும். அப்படியே அப்புறம் திருப்பதி கோயிலில் கூட நல்ல வசதியோட இருக்கு. എവിടെ നിലയ്ക്ക് വന്നു? കിട്ടിയിട്ട് 2 നാളാണ് നിൽக்கிறேன். ഞങ്ങൾ വെളുപ്പിനെ 3:30 മണിക്ക് പമ്പയിൽ നിന്നാ. എന്നിട്ട് ഞങ്ങൾ ഇവിടെ എത്തുന്നത് 1:30 മണിക്കാണ്. അപ്പം ഞങ്ങൾ നടപ്പന്തലിലേക്ക് വിട്ടില്ല, ബെയിലി പാലം വഴി ഇങ്ങോട്ട് വിട്ടു. എന്നിട്ട് 18-ാം പടി ചവിട്ടാൻ ഞങ്ങളെ സമ്മതിച്ചിട്ടില്ല. അപ്പം ഞങ്ങൾ 4:30-ക്ക് 18-ാം പടി ചവിട്ടാന്നുള്ള ഒരു ധാരണയിൽ ഇപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യാണ്.